നരേന്ദ്രമോദി സർക്കാരിൻ്റെ കീഴിൽ ഇന്ത്യ കൈവരിച്ച വമ്പിച്ച സാമ്പത്തിക പരിവർത്തനങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒന്നാണ് ഓറഞ്ച് ഇക്കോണമി അഥവാ സർഗാത്മക സമ്പദ് വ്യവസ്ഥയുടെ വളർച്ച. 2026 വികസിത് ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗിൽ പ്രധാനമന്ത്രി നടത്തിയ പ്രസംഗം ഇന്ത്യയുടെ ഈ പുതിയ മാറ്റത്തെ അടിവരയിടുന്നതായിരുന്നു. സംസ്കാരം, ഉള്ളടക്കം, സർഗാത്മകത എന്നിവ ഒത്തുചേരുന്ന ഈ മേഖല ഇന്ത്യയെ ആഗോളതലത്തിൽ പുതിയ ശക്തിയായി ഉയർത്തുകയാണ്. എന്താണ് യഥാർത്ഥത്തിൽ ഓറഞ്ച് ഇക്കോണമി എന്നും അത് ഇന്ത്യയുടെ ഭാവി മാറ്റി എഴുതുന്നത് എങ്ങനെയാണെന്നും നമുക്ക് വിശദമായി പരിശോധിക്കാം. ഓറഞ്ച് ഇക്കോണമി എന്ന പദം കേൾക്കുമ്പോൾ അതൊരു പുതിയ ആശയമായി തോന്നാമെങ്കിലും മനുഷ്യൻ്റെ ഭാവനയെയും ബുദ്ധിശക്തിയെയും സാമ്പത്തിക മൂല്യമുള്ള ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്ന പ്രക്രിയയാണ് ഇത് സൂചിപ്പിക്കുന്നത്. നിറങ്ങളുടെ മനഃശാസ്ത്രമനുസരിച്ച് ഓറഞ്ച് നിറം സർഗാത്മകതയുടെയും ആശയവിനിമയത്തിൻ്റെയും പ്രതീകമാണ്. ചലച്ചിത്രങ്ങൾ, സംഗീതം, ഫാഷൻ, ഗെയിമിംഗ്, ഡിജിറ്റൽ കണ്ടന്റ്, അനിമേഷൻ, പരസ്യം, ആർക്കിടെക്ചർ, പ്രസിദ്ധീകരണം എന്നിങ്ങനെ മനുഷ്യൻ്റെ സർഗാത്മകത പ്രകടമാകുന്ന എല്ലാ മേഖലകളും ഇതിൽ ഉൾപ്പെടുന്നു. പഴയകാലത്ത് സമ്പദ് വ്യവസ്ഥ എന്നത് കാർഷിക മേഖലയിലോ വ്യാവസായ മേഖലയിലോ മാത്രം അധിഷ്ഠിതമായിരുന്നുവെങ്കിൽ ഇന്നത് ബുദ്ധിപരമായ സ്വത്തവകാശങ്ങളിലേക്കും നൂതന ആശയങ്ങളിലേക്കും മാറിയിരിക്കുന്നു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ മേഖല ഒരു സ്വർണ്ണഖനിയാണ്. ആയിരക്കണക്കിന് വർഷത്തെ സാംസ്കാരിക പൈതൃകവും വൈവിധ്യമാർന്ന കലാരൂപങ്ങളും ലോകത്തിലെ ഏറ്റവും വലിയ യുവാക്കളുടെ ജനസംഖ്യയുമുള്ള ഒരു രാജ്യത്തിന് ഓറഞ്ച് ഇക്കോണമിയിൽ ആഗോള നേതൃത്വം വഹിക്കാൻ സാധിക്കുമെന്ന് പ്രധാനമന്ത്രി മോദി വിശ്വസിക്കുന്നു. ഈ മേഖലയിൽ ഇന്ത്യ കൈവരിച്ച വളർച്ച അമ്പരപ്പിക്കുന്നതാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കിടയിൽ ഇന്ത്യയിലെ OTT പ്ലാറ്റ്ഫോമുകളുടെ വിപണി 10 ഇരട്ടിയാണ് വർദ്ധിച്ചത്. വെറും വിനോദത്തിനപ്പുറം വലിയൊരു ബിസിനസ് ശൃംഖലയായി ഇത് മാറിയിരിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ സിനിമാ നിർമ്മാണ കേന്ദ്രമായ ഇന്ത്യ ഇപ്പോൾ ആഗോള ഫിലിം പ്രൊഡക്ഷൻ ഹബ്ബായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഗെയിമിംഗ് മേഖലയിലും ഇന്ത്യ വലിയ വിപ്ലവം സൃഷ്ടിക്കുകയാണ്. വിർച്വൽ റിയാലിറ്റി, ഓഗ്മെൻറ്റ് റിയാലിറ്റി, എക്സ്റ്റൻഡഡ് റിയാലിറ്റി തുടങ്ങിയ ആധുനിക സാങ്കേതിക വിദ്യകൾ ഇന്ത്യൻ യുവത്വം വലിയ തോതിൽ ഏറ്റെടുത്തിട്ടുണ്ട്. ലോകത്തെ അനിമേഷൻ വിപണി $430 ബില്യൺ നിൽക്കുമ്പോൾ അതിൽ ഇന്ത്യയുടെ പങ്ക് വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സർക്കാർ നയങ്ങൾ ആവിഷ്കരിച്ചിരിക്കുന്നത്. അനിമേഷൻ, വിഷ്വൽ എഫക്ട്സ്, ഗെയിമിംഗ് എന്നിവയിൽ ഇന്ത്യയിലെ യുവാക്കൾക്കുള്ള കഴിവ് ആഗോളതലത്തിൽ തന്നെ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഹോളിവുഡ് സിനിമകളിലെ സ്പെഷ്യൽ ഇഫക്ട്സുകൾക്കായി ഇന്ത്യയിലെ ഗ്രാഫിക് ഡിസൈനർമാരെ ആശ്രയിക്കുന്ന സാഹചര്യം ഇന്ന് നിലവിലുണ്ട്. സാമ്പത്തികമായി നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ മൊത്തം ആഭ്യന്തര ഉൽപ്പാദനത്തിൻ്റെ $30 ബില്യൺ സംഭാവന ചെയ്യുന്നത് ഈ സർഗാത്മക മേഖലയാണ്. രാജ്യത്തെ 8% തൊഴിൽ സേനയും ഈ മേഖലയിലാണ് പ്രവർത്തിക്കുന്നത്. പ്രതിവർഷം $11 ബില്യൺ സർഗാത്മക കയറ്റുമതിയിലൂടെ ഇന്ത്യ നേടിയെടുക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ വളർച്ച സാധാരണക്കാരായ കലാകാരന്മാർക്ക് നൽകിയ അവസരങ്ങളാണ്. ഇന്ത്യയിലെ ഉൾനാടൻ ഗ്രാമങ്ങളിലെ ഒരു ഗായകൻ അല്ലെങ്കിൽ ഒരു കരകൗശല വിദഗ്ധൻ ഇന്ന് യൂട്യൂബ് വഴിയോ ഇൻസ്റ്റാഗ്രാം വഴിയോ ആഗോള വിപണിയിലേക്ക് നേരിട്ടെത്തുന്നു. ഗ്രാമങ്ങളിലെ സർഗാത്മകതയും നഗരങ്ങളിലെ സാങ്കേതിക വിദ്യയും തമ്മിലുള്ള ഈ കൂടിച്ചേരലാണ് ഓറഞ്ച് ഇക്കോണമിയുടെ ശക്തി. മോദി സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട ഒരു ചുവടുവെപ്പാണ് 2025 മാർച്ചിൽ പ്രഖ്യാപിച്ച $1 ബില്യൺ ക്രിയേറ്റീവ് ഇക്കോണമി ഫണ്ട്. ഇത് വെറുമൊരു സാമ്പത്തിക സഹായമല്ല, മറിച്ച് ഡിജിറ്റൽ ക്രിയേറ്റർമാർക്ക് ആവശ്യമായ നൈപുണ്യ വികസനം, സാങ്കേതിക അടിസ്ഥാന സൗകര്യങ്ങൾ, അന്താരാഷ്ട്ര വിപണിയിലേക്കുള്ള പ്രവേശനം എന്നിവ ഉറപ്പാക്കുന്ന പദ്ധതിയാണ്. മുംബൈയിൽ ആരംഭിക്കുന്ന 400 കോടി രൂപയുടെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്രിയേറ്റീവ് ടെക്നോളജി ഈ മേഖലയിലെ വിപ്ലവകരമായ മാറ്റമായിരിക്കും. സർഗാത്മകതയെ സാങ്കേതിക വിദ്യയുമായി എങ്ങനെ കൂട്ടിയിണക്കാം എന്ന് ശാസ്ത്രീയമായി പഠിപ്പിക്കുന്ന ഒന്നായിരിക്കും ഈ സ്ഥാപനം. കൂടാതെ വേവ്സ് എന്നറിയപ്പെടുന്ന വേൾഡ് ഓഡിയോ വിഷ്വൽ ആൻഡ് എൻ്റർടൈൻമെൻറ്റ് സമ്മിറ്റ് പോലെയുള്ള പരിപാടികളിലൂടെ ഇന്ത്യൻ കലാകാരന്മാരെയും സംരംഭകരെയും ആഗോള നിക്ഷേപകരുമായി ബന്ധിപ്പിക്കാൻ സർക്കാരിന് സാധിക്കുന്നുണ്ട്. ഇത് ഇന്ത്യയുടെ സോഫ്റ്റ് പവർ വർദ്ധിപ്പിക്കുന്നതിനും വലിയ പങ്ക് വഹിക്കുന്നു. ഓറഞ്ച് ഇക്കോണമിയെ കേവലം വിനോദമായി മാത്രം കാണാതെ അത് രാജ്യത്തിൻ്റെ മൂലധനമായി പ്രധാനമന്ത്രി ഉയർത്തിക്കാട്ടുന്നു. തൊഴിലില്ലായ്മ പരിഹരിക്കാനും കയറ്റുമതി വരുമാനം വർദ്ധിപ്പിക്കാനും ഈ മേഖല സഹായിക്കും. ഉദാഹരണത്തിന് ഇന്ത്യൻ സിനിമകൾക്കും സംഗീതത്തിനും വിദേശ രാജ്യങ്ങളിലുള്ള സ്വീകാര്യത ഇന്ത്യയുടെ ടൂറിസം മേഖലയ്ക്കും വലിയ ഉണർവ് നൽകുന്നുണ്ട്. ഒരു മേഖലയിലെ വളർച്ച മറ്റൊരു മേഖലയ്ക്ക് ഇന്ധനമാകുന്ന രീതിയിലുള്ള ഒരു ശൃംഖലയാണ് ഇവിടെ രൂപപ്പെടുന്നത്. പരിസ്ഥിതിക്ക് ദോഷമില്ലാത്തതും വിഭവങ്ങൾ കുറഞ്ഞ രീതിയിൽ ഉപയോഗിക്കുന്നതുമായ ഒരു സുസ്ഥിര സമ്പദ് വ്യവസ്ഥയാണ് ഓറഞ്ച് ഇക്കോണമി വാഗ്ദാനം ചെയ്യുന്നത്. ഇത് വികസിത് ഭാരതം എന്ന ലക്ഷ്യത്തിലേക്കുള്ള ഇന്ത്യയുടെ യാത്രയിൽ ഒരു സുപ്രധാന നാഴികക്കല്ലാണ്. എങ്കിലും ഈ പാതയിൽ ചില വെല്ലുവിളികളും നിലനിൽക്കുന്നുണ്ട്. ബുദ്ധിപരമായ സ്വത്തവകാശങ്ങൾ, അതായത് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് സംരക്ഷിക്കുക എന്നതാണ് ഇതിൽ പ്രധാനം. കലാകാരന്മാരുടെ സൃഷ്ടികൾ പകർപ്പവകാശ നിയമങ്ങളിലൂടെ സുരക്ഷിതമാക്കിയാൽ മാത്രമേ അവർക്ക് അർഹമായ പ്രതിഫലം ലഭിക്കുകയുള്ളൂ. സർക്കാരും നിയമ സംവിധാനങ്ങളും ഈ ദിശയിൽ കൂടുതൽ കർശനമായ നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. സാങ്കേതിക വിദ്യയിലെ മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ പഴയ രീതിയിലുള്ള തൊഴിൽ മേഖലകളെ പ്രാപ്തമാക്കുക എന്നതും പ്രധാനമാണ്.
ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലെയുള്ള സാങ്കേതിക വിദ്യകൾ സർഗാത്മക മേഖലയെ എങ്ങനെ ബാധിക്കുമെന്നതിനെക്കുറിച്ചും ഗൗരവമായ ചർച്ചകൾ നടക്കുന്നുണ്ട്. എന്നാൽ സാങ്കേതിക വിദ്യയെ ഒരു ഭീഷണിയായി കാണാതെ മനുഷ്യൻ്റെ സർഗാത്മകത വർദ്ധിപ്പിക്കാനുള്ള ഒരു ഉപകരണമായി ഉപയോഗിക്കാനാണ് ഇന്ത്യ ശ്രമിക്കുന്നത്. ഭാവിയിൽ ഇന്ത്യ ഒരു വികസിത രാഷ്ട്രമായി മാറുമ്പോൾ ലോകത്തിന് ഇന്ത്യ നൽകുന്ന ഏറ്റവും വലിയ സംഭാവന അവിടുത്തെ സംസ്കാരവും സർഗാത്മകതയും ആയിരിക്കും. ഡിജിറ്റൽ യുഗത്തിൽ ഓരോ ഇന്ത്യക്കാരനും ഒരു ക്രിയേറ്ററായി മാറാനുള്ള സാധ്യതകളാണ് തുറന്നു കിട്ടുന്നത്. പ്രധാനമന്ത്രിയുടെ ദീർഘവീക്ഷണത്തോടെയുള്ള പദ്ധതികൾ ഈ മാറ്റത്തിന് വേഗത കൂട്ടിയിരിക്കുന്നു. ഓറഞ്ച് ഇക്കോണമി കേവലം ഒരു സാമ്പത്തിക പദപ്രയോഗമല്ല, മറിച്ച് ഇന്ത്യയുടെ പാരമ്പര്യത്തെയും ആധുനികതയെയും കൂട്ടിയിണക്കി ലോകത്തിന് മുന്നിൽ സമർപ്പിക്കുന്ന ഒരു നവഭാരതത്തിൻ്റെ മുഖമാണ്. വിഭവങ്ങൾ പരിമിതമായ ലോകത്ത് ഭാവനയ്ക്ക് അതിരുകളില്ല എന്ന സത്യമാണ് ഈ പുതിയ സാമ്പത്തിക വിപ്ലവം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. നമ്മുടെ യുവതലമുറ ഈ മാറ്റത്തെ ഏറ്റെടുക്കുന്നതിലൂടെ ഇന്ത്യയുടെ സാംസ്കാരിക-സാമ്പത്തിക ഗരിമ ലോകത്തിൻ്റെ നെറുകയിൽ എത്തും എന്നതിൽ തർക്കമില്ല. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.